ഡോക്ടർ നിയാസ് നസീസ് ഡെൻഡോഫേഷ്യൽ ഓർത്തോപീഡിക് ഡെന്റൽ ക്ലിനിക് ചുള്ളിക്കൽ. ഡോക്ടർ നിയാസ് നസീസ് ന്യൂ സ്മൈൽ ഡെന്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി. അരൂർ പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് ഇഷാദ് അവതരിപ്പിച്ചു. അരൂർ ഗ്രാമപഞ്ചായത്ത് 2025-26 സാമ്പത്തിക വർഷത്തെ വാർഷിക ബജറ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖി ആന്റണിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ഇഷാദ് അവതരിപ്പിച്ചു. 44,83,62,173 രൂപ വരവും 44,32,20,000 രൂപ ചെലവും 51,42,173 രൂപ നീക്കിയിരിപ്പുമുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. ലൈഫ് ലോൺ തിരിച്ചടവ് ഉൾപ്പെടെ 6,48,00,000 രൂപയാണ് നമ്മൾ വകയിരുത്തിയിരിക്കുന്നത്. ദാരിദ്ര്യ ലഘൂകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് MGNREGSന് 7,33,00,000 രൂപ നമ്മൾ വകയിരുത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെളുത്തുള്ളി, കുമ്പഞ്ഞി, ഇളയപാടം ടൂറിസം സാധ്യതകളുടെ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ പരിപോഷിപ്പിക്കുന്നതിനും അതിൻ്റെ അടിസ്ഥാന മേഖലയിൽ പശ്ചാത്തല മേഖലയ്ക്കും കൂടി നമ്മൾ 1,50,00,000 രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. അരൂർ ഗ്രാമപഞ്ചായത്തിലെ റോഡുകളുടെ നവീകരണം, വികസനം എന്നിവയ്ക്കായി 3,85,00,000 രൂപ നമ്മൾ വകയിരുത്തിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മുടെ യുവതലമുറയുടെ കായിക അഭിരുചികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പഞ്ചായത്ത് കളിസ്ഥലം എന്ന ആവശ്യം, അതിനുവേണ്ടി നമ്മൾ 3,20,00,000 രൂപ നമ്മൾ വകയിരുത്തിയിട്ടുണ്ട്. അതിനകത്തൊരു കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, നമ്മുടെ അരൂരിലെ ചില കുട്ടികൾ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുന്ന നമ്മുടെ നാട്ടിലെ ചെറിയ മക്കൾ ഒരു 10-16 പേര് അവർ മുഖ്യമന്ത്രിക്ക് ഒരു അപേക്ഷ കൊടുത്തായിരുന്നു. ആ അപേക്ഷയുടെ അടിസ്ഥാന ഭവന പദ്ധതിക്കായി 6.48 കോടി, ദാരിദ്ര്യ ലഘൂകരണത്തിനായി 7.33 കോടി, സാമൂഹിക സുരക്ഷാ പെൻഷൻ വീതം 8.50 കോടി, കളിസ്ഥലം വാങ്ങുന്നതിനായി 3.20 കോടി, റോഡുകളുടെ നവീകരണത്തിനായി 3.85 കോടി, ടർഫ് നിർമ്മാണത്തിനായി 1.45 കോടി, ടൂറിസം പശ്ചാത്തല വികസനത്തിനായി 1.50 കോടി, ഓരുമുട്ടുകളിൽ സ്ഥിരം സ്ലൂയിസ് നിർമ്മാണത്തിനായി 1.25 കോടി, പാലങ്ങൾ, കലങ്കുകൾ നിർമ്മിക്കുന്നതിനായി 82 ലക്ഷം, സായാഹ്ന പ്രഭാത വിശ്രമ കേന്ദ്രങ്ങൾ എന്നിവയ്ക്കായി 28.5 ലക്ഷം, ഭിന്നശേഷി കുട്ടികളുടെ ഫിസിയോതെറാപ്പി യൂണിറ്റിന് 22 ലക്ഷം, ശുചിത്വ പദ്ധതികൾക്കായി 55 ലക്ഷം, ഫിഷ് ലാൻഡിംഗ് സെന്ററിനായി 20 ലക്ഷം, ജൈവ ഫണ്ട് നിർമ്മാണത്തിനായി 20 ലക്ഷം തുടങ്ങി നിരവധി പദ്ധതികൾക്കായി തുക വകയിരുത്തിയിട്ടുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. നമ്മുടെ ഒരു ഗ്രാമപഞ്ചായത്തിന്റെ 16.5 കിലോമീറ്റർ ചതുരശ്ര ചുറ്റളവുള്ള ഈ ഗ്രാമപഞ്ചായത്തിന്റെ 3 വശവും വേമ്പനാട്ട് കായലുകളാണ്. ആ വെള്ളത്തെ ഓരുവെള്ളം കയറി ശുദ്ധജല സ്രോതസ്സുകൾ മുഴുവനും നഷ്ടപ്പെടുത്തി കാർഷിക മേഖലയെ ആകമാനം തകർത്തെറിഞ്ഞു. ആദ്യം മുതലേ പറയാം, സൂയിസ് കം ബ്രിഡ്ജ്, കായലുമായിട്ട് ബന്ധമുള്ള തോടുകൾക്ക് സൂയിസ് കം ബ്രിഡ്ജ് നിർമ്മിക്കുക എന്നുള്ളത് നീണ്ട 4 വർഷക്കാലമായി നമ്മൾ പറയുകയാണ്, ബജറ്റിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, അരൂർ.